രണ്ടാം വിമാനവും തകർത്തിട്ടു ഇറാൻ. എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ടു എന്നും എല്ലാം തകർത്തുവെന്നും വിജയം ഉറപ്പിച്ചുവെന്നും വിജയിച്ചുവെന്നും ട്രംപ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് തുടരെ 3 വിമാനങ്ങൾ തങ്ങൾ അടിച്ചിട്ടതായി IRGC അവകാശപ്പെടുന്നത്. എന്നാൽ 2 എണ്ണം മാത്രമേ അമേരിക്ക സമ്മതിച്ചിട്ടുള്ളൂ എന്ന് മാത്രവുമല്ല, ഒരു പൈലറ്റിനെ രക്ഷപ്പെടുത്തിയെന്നും മറ്റൊരു പൈലറ്റിനായി അന്വേഷണം തുടരുകയാണെന്നുമാണ് വിവരം. ഇറാനാകട്ടെ അതിൻ്റെ മലമടക്കുകളിലോ മലനിരകളിലോ എവിടെയെങ്കിലും രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന അപകടത്തിൽപ്പെടാതിരുന്ന പൈലറ്റിനെ സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപയും വാഗ്ദാനം ചെയ്തു. അടി വേഗം അവസാനിക്കില്ലെന്ന് മാത്രമല്ല, അടി അതിൻ്റെ ആഴത്തിലും പരപ്പിലും തിരിച്ചടിക്കപ്പെടുക കൂടി ചെയ്യുകയാണ്. അമേരിക്കൻ വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടു എന്ന് പറയുന്നത് കേവലമായ ഒരു സാങ്കേതിക പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ 10-40 കൊല്ലത്തിലധികമായി ഉപരോധത്തിൽ തുടരുന്ന ഒരു രാജ്യം സർവ്വ സൈന്യങ്ങളുമായി എല്ലാ സംവിധാനങ്ങളുമായി യാതൊരു പ്രതീക്ഷയുമില്ലാതെ ചർച്ചകൾക്കിടയിൽ അപ്രതീക്ഷിതമായി ആക്രമിക്കാനെത്തിയ അമേരിക്കയോടാണ് ഇറാൻ തിരിച്ചടിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും തിരിച്ചടിക്കുന്നത്. ഇനി ചർച്ചയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടിക്കുന്നത്. ഈ തിരിച്ചടികളെല്ലാം തന്നെ അമേരിക്കയുടെ വലിപ്പത്തിനും അഹങ്കാരത്തിനും നിലപാടിനുമെതിരെയാണ് ചെന്ന് പതിക്കുന്നതെല്ലാം. 3 വിമാനത്തിൻ്റെ വില ഏതാണ്ട് 2000 കോടിയോളം രൂപ വരും. 2000 കോടിയേക്കാൾ 10 മടങ്ങ് നഷ്ടമുണ്ട് അതിലേൽക്കുന്ന അഭിമാനക്ഷതം. കൃത്യമായി പ്രിസിഷനോടെ ലക്ഷ്യത്തിലെത്തി ആക്രമിച്ചു മടങ്ങാൻ എല്ലാ കഴിവുമുണ്ടെന്ന് അവകാശപ്പെടുന്ന F-35, F-10 തുടങ്ങിയ വിമാനങ്ങളൊക്കെയാണ് ഈ ഫൈറ്റർ പ്ലെയിനുകൾ ഇറാൻ അടിച്ച് താഴേക്കിടുന്നത്. ഇറാൻ്റെ വ്യോമ പ്രതിരോധമെല്ലാം തീർന്നുവെന്നും നേവി മുഴുവൻ അവസാനിച്ചുവെന്നും ഇനി സ്വതന്ത്രമാണ് തങ്ങൾക്ക് ഇറാൻ്റെ വ്യോമപാതയെന്നും ഒക്കെ അമേരിക്ക അവകാശപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് ഇത്തരം തിരിച്ചടി നൽകുന്നത്. വളരെ അത്യാപൂർവമായി മാത്രമാണ് വിമാനം ഇങ്ങനെ വെടിവെച്ചിടാൻ കഴിയുന്നത് എന്ന് മാത്രമല്ല, ഇറാഖുമായുള്ള ഏറ്റുമുട്ടലിലോ മറ്റേതെങ്കിലും അമേരിക്കൻ അധിനിവേശ മേഖലകളിലൊന്നും ഇതുപോലെ വിമാനങ്ങൾ തകർക്കപ്പെട്ടിട്ടില്ല. ട്രംപിൻ്റെ എല്ലാ വലിപ്പവും അവകാശപ്പെടുന്നതിനോടൊപ്പം ഇസ്രയേൽ അടക്കമുള്ളവർ ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഇത്തരം തിരിച്ചടികൾ ഇസ്രയേലിനെയും അമേരിക്കയും ചെറുതല്ലാത്ത രീതിയിലാണ് കുഴയ്ക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള കരമാർഗമുള്ള ആക്രമണം ആരംഭിച്ചാൽ ആ മാംസം മുഴുവൻ പേർഷ്യൻ കടലിലെ സ്രാവുകൾക്ക് ഭക്ഷണമാവുമെന്നാണ് IRGCയുടെ കരസേനാ വിഭാഗത്തിൻ്റെ കമാൻഡർ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും എല്ലാം അവസാനിച്ചു, തീർന്നു, തങ്ങൾ ജയിച്ചു എന്ന് പറയുന്നിടത്ത് തലയൂരാനാകാതെ സ്വന്തം വിമാനങ്ങളടക്കം തകർത്തടിച്ച് ഇറാനിൽ വീഴുന്ന സ്ഥിതിയാണ് കാണുന്നത്. അന്വേഷണത്തിന് താഴ്ന്നു പറക്കാനിറങ്ങിയ ഹെലികോപ്റ്ററിനെയും ആക്രമിച്ചുവെങ്കിലും അത് അപകടം പറ്റാതെ രക്ഷപ്പെട്ടതിലുള്ള ആശ്വാസത്തിലാണ് അമേരിക്കയുള്ളത്.